That happened in 4th September 2021. The letter is written to Dr. Arnold Woods, and it's a obstetrician. He's an obstetrician. New Orleans Mother and Baby Care Hospital, Sydney. Dear Dr. Woods, reference we give the name Miss Maggie Stilton, 28 years. ഇവിടെ നമ്മൾ കാണുന്നത് ഡേറ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം നമുക്കിവിടെ I hope my voice is audible. If it is audible, just let me know. Okay. Just comment in the comment box if it's audible. Yes. So I hope it's audible. So we see this is a letter where you are giving an updation about a fetal well-being of Miss Maggie Stilton, who has been transferred to doctor who is an obstetrician, and you see there are a lot of complications involved. Additionally, there were no voluntary movements for a duration of 1 hour at 1:10 p.m. On finding, she has developed fever with chills. Paracetamol was administered and she was transferred. ഇതെല്ലാം നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ വ്യക്തമായി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു സാമ്പിൾ ലെറ്ററാണ്. നമ്മളെല്ലാവരും എഴുതുന്ന ലെറ്ററാണ്. ഇതിൽ പുതുമയൊന്നുമില്ല. ഒരു പുതുമയില്ലാത്തൊരു ലെറ്ററാണ്. പക്ഷേ ഇവിടെ കുറേ പുതുമകളുണ്ട്. നമ്മൾ കാണാതെ പോകുന്ന ലെറ്ററിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓക്കെ, ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, എന്താണ് നമ്മൾ നോട്ടീസ് ചെയ്തത്? ഫസ്റ്റ് തിങ്, എ ലെറ്റർ ഹാസ് അറൌണ്ട് 200 വേർഡ്സ്. ഇവിടെ 200 വേർഡിൻ്റെ ലെറ്ററാണ് നമ്മൾ കണ്ടത്. ഓക്കെ, somewhere around 180 to 200 according to the OET, it's okay. No, but should not exceed. അത് കൃത്യമായി ആ ക്വസ്റ്റ്യനിൽ നമ്മൾ വായിക്കാറുണ്ട്. വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അത് എനിക്കും അറിയാമല്ലോ അല്ലേ? അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബട്ട് ഇനി നമുക്ക് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം പാർട്ട് ബൈ പാർട്ട്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാം, ചെയ്തവരാണെങ്കിൽ ഓക്കെ, ഡൺ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫാക്ട്. രണ്ടാമത്തേതാണ്,
The letter has a date. Okay. അവിടെ ഡേറ്റ് നമുക്ക് കാണാം. എന്താണ് ഡേറ്റ്? 4th September 2021. അഡ്രസ് ഉണ്ട്, സിഡ്നി ബേബി മദർ ആൻഡ് ബേബി കെയർ ഹോസ്പിറ്റൽ. ഓക്കെ. സബ്ജക്റ്റ് ഉണ്ട്, റെഫറൻസ് ആയിട്ട് അവിടെ കാണുന്നുണ്ട് നമ്മൾ, മിസ് മാഗി സ്റ്റിൽട്ടൺ 28 years. അതും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. The first paragraph introduces the patient, the purpose of writing, the word requires, discharge time, discharge condition. നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത്. സോ പേഷ്യൻ്റെ പേരുണ്ട്. രണ്ടാമത്തതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് purpose. What is the purpose? Updation of the fetal well-being. അതാണ് purpose. ഓക്കെ. മൂന്നാമത്തത് the word requires, discharge time and discharge condition. സോ നമുക്ക് അവിടെ കാണാം എന്താണ് ഡിസ്ചാർജ് കണ്ടീഷൻ. അതിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. ബട്ട് ഫോർ ദ ടൈം ബീങ് the first paragraph contains the purpose and the patient. In the second and the third paragraph, we see like admission, the patient admission. എങ്ങനെയാണ് പേഷ്യൻ്റ് വന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, കംപ്ലൈൻറ്റ്, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, അസസ്മെൻ്റ് എന്താണ്. ഓക്കെ, ഇപ്പോൾ സസ്പെക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അസസ് ചെയ്തിട്ട് ആ സസ്പെക്റ്റഡ് പറയും. ടെസ്റ്റ് എന്തൊക്കെയാണ് നടത്തിയേക്കുന്നത്, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്, ഡയഗ്നോസിസ് എന്താണ്, മാനേജ്മെന്റ്, മെഡിക്കേഷൻ ആൻഡ് ഫൈനലി ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. ഓ, ഇത്രയും എനിക്കറിയാലോ സാറേ, അതും കൂടി നിങ്ങൾ ആലോചിക്കുമല്ലോ. യെസ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ബട്ട് ഇവിടെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം. ഇനി there may be or may not be a small paragraph about the patient's family and social background. പേഷ്യൻ്റെ ഫാമിലി ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊക്കെ ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ on which all events we will include patient's family and social background. അത് ഡെസിഫർ ചെയ്യണം, അത് മനസ്സിലാക്കി എടുക്കണം, അത് വേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് the final paragraph is request paragraph and the letter ends with usual closing. ഫൈനൽ പാരഗ്രാഫ് എല്ലാവർക്കും കാണാപ്പാടെ അറിയാം, അതുകൊണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണാനില്ല. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, സോ ഇത് നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ലെറ്റർ എഴുതിയിട്ടുണ്ട്, പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യം. ഓക്കെ, നൗ ഇവിടെ നമ്മൾ ഒരു ഫോർമുല പഠിക്കുന്നു. ഓക്കെ, ആ പ്രത്യേക ഫോർമുലയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പി സ്ക്വയർ ആർ ക്യൂബ് എ സ്ക്വയർ ഡി ക്യൂബ് ആൻഡ് ഡബ്ല്യു കെ ഫോർമുല. പി സ്ക്വയർ ആർ ക്യൂബ് എ സ്ക്വയർ ഡി ക്യൂബ് ഡബ്ല്യു കെ കൃത്യമായി എഴുതി വയ്ക്കുക. എന്ന് വെച്ചാൽ ദിസ് മാറ്റേഴ്സ്. ഇനി വരുന്ന സ്ലൈഡുകളിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പൊ അതാദ്യം മനസ്സിലാക്കാം. എന്താണ് പി സ്ക്വയർ ആർ ക്യൂബ് എ സ്ക്വയർ ഡി ക്യൂബ് ഡബ്ല്യു കെ? നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ശീലം ഉണ്ടാവും. സ്ക്രീൻഷോട്ട് എടുക്കാതെ ബുക്കും പേനയും കൊണ്ട് തന്നെ എഴുതുക, മനസ്സിലാക്കുക. എന്താ വെച്ചാൽ വെൻ യു റൈറ്റ് യു റിമെമ്പർ ഇറ്റ് ട്വൈസ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് നോക്കാം. വാട്ട് ഇസ് ദ ഫസ്റ്റ് പി? ഫസ്റ്റ് പി ഇസ് ദ പേഷ്യന്റ്. സെക്കൻഡ് പി ഇസ് ദ പർപ്പസ്. Third P is the recipient. Okay, no, not the first. Second P is the purpose, and the first R is the recipient. The second R is the request, and the third R is relevance. ഇത്ര മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത എ എന്താണ്? അഡ്മിറ്റിംഗ് കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് എ ആണ് അഡ്മിറ്റിംഗ് ഡേറ്റ് ആൻഡ് ടൈം. ഫസ്റ്റ് ഡി ഡിസ്ചാർജ് കണ്ടീഷൻ. സെക്കൻഡ് ഡി discharge date, and the third D diagnosed or not diagnosed. W റൈറ്ററിനെ കുറിച്ച് പറയുന്നു. ആരാണ് എഴുതുന്നത്? യുവർ റോൾ, സ്പെഷ്യലി യുവർ റോൾ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് വിവരിക്കാം, അടുത്ത സ്ലൈഡുകളിൽ മനസ്സിലാക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്,
വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി വൈറ്റൽ, ബിക്കോസ് ഇതാണ് വിട്ടുപോകുന്ന ഒരു കാര്യം. നോൺ കേസാണോ അൺനോൺ കേസാണോ, അത് നമ്മൾ സ്പീക്കിങ്ങിലും കൂടി നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പക്ഷെ സ്പീക്കിങ്ങിൻ്റെ നമുക്ക് ലൈവ് പോകുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാവും. ഇപ്പം നമുക്ക് റൈറ്റിംഗിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പി? പി സ്റ്റാൻഡ്സ് ഫോർ പേഷ്യൻ്റ്. പി സ്റ്റാൻഡ്സ് ഫോർ പേഷ്യൻ്റ്. ആസ് യു ക്യാൻ ഗസ്, എളുപ്പമാണ്. എവറി ലെറ്റർ മൂവ്സ് അറൗണ്ട് എ പേഷ്യൻ്റ്. ഒരു പേഷ്യന്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ വ്യക്തമായിട്ട് കൃത്യമായി പറയുന്നത്. ആ പേഷ്യൻ്റ് ഇല്ലെങ്കിൽ ഈ ലെറ്റർ ഇല്ല. ഏത് ലെറ്റർ ആണെങ്കിലും, ടൈപ്സ് ഓഫ് ലെറ്ററിനെ കുറിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ പറയാം, ബട്ട് ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാം. സോ ഐഡന്റിഫൈങ് ദ പേഷ്യൻ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പേഷ്യൻ്റ് എളുപ്പമാണ് കണ്ടെത്താൻ, ബട്ട് ദർ മേ ബി അക്കംപനിയിങ് പേഷ്യൻ്റ്. ഐഡന്റിഫൈങ് എ സിംഗിൾ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ കണ്ടെത്താൻ എളുപ്പമാണ്, വെരി ഈസി. പക്ഷെ അതിൻ്റെ കൂടെ ഉള്ള ഒരു രോഗി, അക്കംപനിയിങ് പേഷ്യൻ്റ് കൂടി ഉണ്ടെങ്കിൽ ആരെ നമ്മൾ വ്യക്തമായിട്ട് റെഫറൻസിൽ കൊടുക്കുമെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അക്കംപനിയിങ് പേഷ്യൻ്റ്. പേഷ്യൻ്റ് ഉണ്ട്, അക്കംപനിയിങ് പേഷ്യൻ്റ് ഉണ്ട്. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഹൂ ഈസ് ആൻ അക്കംപനിയിങ് പേഷ്യൻ്റ്? സോ അക്കംപനിയിങ് പേഷ്യൻ്റ്, ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. പേഷ്യൻ്റ് ആരാണ്? ക്രിസ്, 1 വയസ്സ്. ഓക്കെ, പ്രോബ്ലം എന്താണ്? കോൺസ്റ്റിപ്പേഷൻ, ഹാർഡ് സ്റ്റൂൾസ്. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് നിൽ. മദറിൻ്റെ പേര് മിസ് റീനി, 28 years. കണ്ടീഷൻ ഇസ് ഇൻസഫിഷ്യൻറ്റ് ബ്രസ്റ്റ് മിൽക്ക്. പർപ്പസ് നീഡ്സ് അഡ്വൈസ് ഓൺ ബ്രസ്റ്റ് ഫീഡിങ്. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ രണ്ടുപേരും ആരാണ് രോഗി ഇവിടെ ശരിക്കും പേഷ്യൻ്റ് ആരാണ്? ദ മെയിൻ പേഷ്യൻ്റ് ഇസ്, ദ പ്രൈമറി പേഷ്യൻ്റ് ഇസ് ദ ചൈൽഡ്. ശരിയാണ്. ബട്ട് ദ അക്കംപനിയിങ് പേഷ്യൻ്റ് ഇസ് മിസ് റിനി. ഇത് പലപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഹൗ ഡു യു ഡിസൈഡ് ദ പേഷ്യൻ്റ്? ക്രിസ് ഇസ് ദ പേഷ്യൻ്റ് ഹിയർ ബിക്കോസ് കേസ് നോട്ട് പ്രകാരം പേഷ്യന്റെ നെയിം, ഡീറ്റെയിൽസ് ആൻഡ് നെയിം ക്രിസിന്റെ ആയിരിക്കും, ബേബി. ഓക്കെ, ബട്ട് ഹൂ ഇസ് മിസ് റിനി? റിനി നീഡ്സ് അഡ്വൈസ്, ബട്ട് ഷീ ഈസ് നോട്ട് എ പേഷ്യന്റ്. ഷീ നീഡ്സ് ആൻ അഡ്വൈസ്. അഡ്വൈസ് വേണം, കൃത്യമായിട്ട് ആൾക്ക് അഡ്വൈസ് വേണ്ട കാരണമാണ് അവിടെ നമ്മൾ കണ്ടത്. എന്താണ് കണ്ടത്? നീഡ്സ് അഡ്വൈസ് ഓൺ ബ്രസ്റ്റ് ഫീഡിങ്, ഇൻസഫിഷ്യൻറ്റ് ബ്രസ്റ്റ് മിൽക്ക്. അതാണ് പ്രോബ്ലം. ഓക്കെ, ഇവിടെ യു ക്യാൻ ഫൈൻഡ് ദ പേഷ്യൻ്റ് നെയിം അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ കേസ് നോട്ട്. അത് ഏറ്റവും എളുപ്പം നമ്മൾ എളുപ്പമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കേസ് നോട്ടിൽ പേഷ്യൻ്റെ നെയിം അതെന്തായാലും പ്രൈം റെഫറൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ മിസ് റിനി, ഷീ നീഡ്സ് അഡ്വൈസ് ആൻഡ് ഷീ ഈസ് ആൻ അക്കംപനിയിങ് പേഷ്യൻ്റ്. എപ്പോഴും ഓർക്കുക, ഷീ ഈസ് ആൻ അക്കംപനിയിങ് പേഷ്യൻ്റ്. Okay, so now the next important P is, 2 P ഉണ്ടെന്ന് പറഞ്ഞു. Okay, P2 is the purpose of writing the letter. Purpose പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്, പ്രൈം സിഗ്നിഫിക്കൻസ് കൊടുക്കാറില്ല. അത് കാരണം അതിനെ സെക്കൻഡ് ലൈൻ, ഫസ്റ്റ് പാരഗ്രാഫിന്റെ സെക്കൻഡ് ലൈനിലാണ് നമ്മൾ അതിനെ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ ഗിവിംഗ് മോർ സിഗ്നിഫിക്കൻസ് ടു ദ പർപ്പസ് ഇൻ ദ ഫസ്റ്റ് ലൈൻ ഇറ്റ് സെൽഫ്. അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ അവിടെ അത് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ പല രീതിയിലെയും പർപ്പസ് നമുക്ക് കാണാം. എന്തൊക്കെയാണ് പർപ്പസ് എന്ന് കാണാം. ഓക്കെ, കോമൺ പർപ്പസസ് എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഓക്കെ, കണ്ടിന്യൂസ് കെയർ വേണം, അത് നിലനിൽക്കണം എന്നുള്ള രീതിയിൽ. എമർജൻസി, ഓക്കെ, എമർജൻസി അഡ്മിഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയും. 24 hours മോണിറ്ററിങ് ആൻഡ് കെയർ, പാലിയേറ്റീവ് കെയർ, റീഹാബിലിറ്റേറ്റീവ് കെയർ, ഫിസിയോതെറപ്പി സെഷൻസ്, ഡയറ്ററി മാനേജ്മെന്റ്, ലാക്ടേഷൻ കൺസൾട്ടേഷൻ, child care and home visit, updation of health status,
updation of health status, social workers assistance, occupational therapy, psychiatrist management, and very rare case information letter. And very rare case, അത് വീണ്ടും ഞാൻ വ്യക്തമായി പറയുന്ന കാര്യമാണ്. And in very rare case you will find information letter. അപ്പോൾ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള പർപ്പസുകളാണ്. ഓക്കെ, എന്താണ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, R1. ഇനി നമ്മൾ ആദ്യത്തെ പി കഴിഞ്ഞു, ഇനി R1. R1 is the recipient of the letter. ആർക്കാണ് നമ്മൾ ഈ ഒരു ലെറ്റർ അയക്കുന്നത്? ആളാണ് റെസിപ്പിയൻറ്റ്. അപ്പോൾ ആദ്യത്തത് നമ്മൾ കണ്ടത് പേഷ്യൻ്റ് ആയിരുന്നു, രണ്ടാമത്തത് പർപ്പസ് ആയിരുന്നു, ഇനി മൂന്നാമത്തത് അല്ലെങ്കിൽ ആറിൻ്റെ കാറ്റഗറിയിൽ ഫസ്റ്റ് ആണ് റെസിപ്പിയൻറ്റ് ഓഫ് ദ ലെറ്റർ. Remember, there is only one always a recipient on the other end. So be aware of it. You need to keep in mind, because you may tell an emergency doctor information he may not require. Okay. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? റെസിപ്പിയന്റ് എവിടെയാണ്? ഐഡന്റിഫൈങ് ദ റെസിപ്പിയന്റ്. എവിടെയാണ് റെസിപ്പിയന്റിനെ കുറിച്ച് എഴുതാം? കേസ് നോട്ടിന്റെ റൈറ്റിംഗ് ടാസ്കിലാണ് എഴുതാം. കേസ് നോട്ടിലല്ല, റൈറ്റിംഗ് ടാസ്കിൽ. പർപ്പസ് എവിടെയാണ് കിട്ടുക? നമുക്ക് റൈറ്റിംഗ് ടാസ്കിലാണ് കിട്ടുക. ഓക്കെ, എപ്പോഴും പലപ്പോഴും പല ആൾക്കാർക്കും അറിയാത്തവരുണ്ട്. ബട്ട് ജസ്റ്റ് എ റിമൈൻഡർ, ശ്രദ്ധിക്കുക, ഇറ്റ് നീഡ്സ് the purpose. Okay, the purpose, and purpose is very vital. So you need purpose, and second is the recipient. Recipient മനസ്സിലാക്കിയാലാണ് ആർക്കാണ് നമ്മൾ ഈ ഒരു ലെറ്റർ അയക്കുന്നത്, ഏത് രീതിയിലാണ് അത് സ്ട്രക്ചർ ചെയ്യേണ്ടത്, അതൊക്കെ മനസ്സിലാവുന്നത് റെസിപ്പിയന്റിനെ നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ റെസിപ്പിയന്റിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളതിൽ എഴുതി ചേർത്തിട്ട് കാര്യമില്ല. ഫോക്കസ് ചെയ്യുക. First focus on the recipient. ചെക്ക് എപ്പോഴും നമുക്ക് പർപ്പസ് പേഷ്യൻ്റ് വേണം, അത് ചെക്ക് ലിസ്റ്റിലാണ്. പർപ്പസ് വേണം. റെസിപ്പിയൻറ്റ്, ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പർപ്പസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റെസിപ്പിയൻറ്റ്. അപ്പോൾ റെസിപ്പിയൻ്റ് അനുസരിച്ച് റെസിപ്പിയൻ്റ് കൂടി മനസ്സിലാക്കി പർപ്പസ് നമ്മൾ അലൈൻ ചെയ്യണം. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് വരുത്തണം. ഓക്കെ, നെക്സ്റ്റ്. Suppose you are writing to a psychiatrist. Will you mention patient's current treatment for constipation and diabetes? Will you tell the doctor about the patient's reading habit or profession? ഒരു സൈക്കാട്രിസ്റ്റിനെയാണ് നിങ്ങൾ കാണുന്നത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ യെസ് ഓർ നോ ഇടണം കേട്ടോ. ഓക്കെ, എന്നാൽ മാത്രമാണ് ഇത് കുറച്ചും കൂടി ലൈവായിട്ട് ക്ലാസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ റെക്കോർഡ് സെഷൻ കാണുന്നവരാണെങ്കിലും ഇത് കൃത്യമായി അത് യെസ് നോ ഇടണം. ശ്രദ്ധിക്കുക, ഒരു സൈക്കാട്രിസ്റ്റിനാണ് ലെറ്റർ എഴുതുന്നത് വെക്കാം. പേഷ്യൻ്റെ കറണ്ട് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയബറ്റീസ് ലെവൽ, അല്ലെങ്കിൽ ആളുടെ റീഡിങ് ഹാബിറ്റ്സ് ആൻഡ് പ്രൊഫഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുമോ എന്നാണ് ചോദ്യം. കമൻറ്റ് ബോക്സ് ഫില്ല് ചെയ്യാമോ? നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഒരു മിനിറ്റ് തരാം. സൈക്കാട്രിസ്റ്റിനെയാണ് കാണുന്നത്. കറന്റ് ട്രീറ്റ്മെന്റ് ഫോർ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയബറ്റീസ് നിങ്ങൾ വ്യക്തമായി അത് പറഞ്ഞു കൊടുക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ലെങ്കിൽ ആളുടെ റീഡിങ് ഹാബിറ്റ്സ് ഓർ പ്രൊഫഷൻ അത് നമ്മൾ വ്യക്തമാക്കുമോ? കമൻറ്റ് ബോക്സിൽ കമൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആരും പഠിക്കാൻ താല്പര്യമില്ല, കമൻറ്റ് ബോക്സ് ഫില്ലായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ പറയാം. there are two important things. എന്താണ് ആദ്യത്തെ കാര്യം? നമ്മുടെ if it is related to psychiatry, a problem that is related to psychiatry, you will have to specify. Like IBS, okay, irritable bowel syndrome. പല കാരണങ്ങളാൽ ആൾക്കാർക്ക് സ്ട്രെസ് കാരണം വരാം. ഓക്കെ,
Say for example, migraines or headache. Stress on a factor. Okay. So you will definitely have to specify that. അങ്ങനത്തെ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉൾപ്പെടുത്തണം. ബട്ട് ആസ് എ സെക്കൻഡറി ലെവൽ ഓഫ് intimation, secondary level of, not primary level of intimation, but secondary level of intimation. ഇനി രണ്ടാമത്തെ കാര്യം, റീഡിങ് ഹാബിറ്റ്സ് ആൻഡ് പ്രൊഫഷൻ. റീഡിങ് ഹാബിറ്റ്സ് ആൻഡ് പ്രൊഫഷൻ ഡെഫിനറ്റ്ലി ആളുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് സൈക്കാട്രിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഹാബിറ്റ്സ് മേ കൾമിനേറ്റ് ടു സൈക്കാട്രിക് ഇഷ്യൂസ്. സോ ആളുടെ ഹാബിറ്റ്സ് എന്താണ്, പ്രൊഫഷൻ സ്ട്രെസ്ഫുൾ ആണോ അല്ലയോ എന്ന് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യണം. സോ ദാറ്റ് ഇസ് പ്രൈം റെഫറൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ കേസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് മാത്രമാണ് കൊടുത്തതെന്ന് വെച്ചാൽ അത് നിർബന്ധമായി നിങ്ങളത് ഫോക്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് ഇറക്കാം. അടുത്ത സ്ലൈഡ് എന്താ, നമ്മൾ കാണുന്നത്, ബിഫോർ യു പിക്ക് എനി ഇൻഫർമേഷൻ ഫ്രം ദ കേസ് നോട്ട്, ആസ്ക് ഇസ് ദിസ് ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ഫോർ ദ റെസിപ്പിയന്റ്. പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കേസ് നോട്ട് കാണുന്നു, എങ്ങനെയെങ്കിലും ലെറ്റർ തുടങ്ങണം, ലെറ്റർ എങ്ങനെയെങ്കിലും ആ 45 മിനിറ്റിനുള്ളിൽ അവസാനിക്കണം എന്നുള്ളത് മാത്രമുള്ളൊരു ഫോക്കസാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ലെറ്റർ കൃത്യമായിട്ട് എഴുതാൻ പറ്റാത്തത്. റെസിപ്പിയന്റിനെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ, കേസ് നോട്ടിൽ കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഈ റെസിപ്പിയന്റിന് ആവശ്യമാണോ? സേ ഫോർ എക്സാമ്പിൾ ഡയറ്റീഷ്യന് ആളുടെ ഡയബറ്റിക് ഇഷ്യൂസ് ഒരു പ്രോബ്ലം ആണോ? അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ വ്യക്തമായി നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് വേണം അത് ഇൻക്ലൂഡ് ചെയ്യാൻ. പ്ലാൻ ബിഫോർ യു ആക്ച്വലി റൈറ്റ്. എത്രത്തോളം നമ്മളത് പ്ലാൻ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ലെറ്റർ ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കും. പ്ലാനിങ് ഇല്ലാത്ത കാരണമാണ് പലപ്പോഴും നമ്മുടെ ലെറ്റർ തുടങ്ങി വെക്കും, അത് കഴിഞ്ഞിട്ട് അവസാനിക്കുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് 10 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ, അയ്യോ എനിക്കത് മൊത്തം വ്യക്തമായില്ല, എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു, പർപ്പസ് പാരഗ്രാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കും. അവിടെ വെച്ച് നമ്മൾ അപ്പോഴത്തേക്ക് സമയം പോയിട്ടുണ്ടാവും. പിന്നെ അത് തിരുത്താൻ നിന്നാൽ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആവില്ല. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ടൈം മാനേജ്മെന്റ് ആസ്പെക്ട്. നൗ നെക്സ്റ്റ്, if I tell you, tell the recipient about the patient's 2-year-old history, for example appendectomy, colostomy, fall, will that help the recipient in some way? Old history പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, is it related to the present condition? Is it related to the present condition? If it is not related to the present condition, do not go and poke your head for that. അവിടെ തലയിടേണ്ട ആവശ്യമില്ല. അത് പ്രസന്റ് കണ്ടീഷനിലല്ലെങ്കിൽ ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ ആവശ്യമില്ല. ഫോക്കസ് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കുക എന്താണ് അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദ പ്രസന്റ് കണ്ടീഷൻ, യു ഷുഡ് നെവർ സ്പെസിഫൈ ഇറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. Recipient details are found. ഇത് ഞാൻ പറഞ്ഞു, recipient details are always there in the writing task. Focus on that. Okay, recipient വേറെ എവിടെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. റൈറ്റിംഗ് ടാസ്കിൽ പോവാ അവിടെ നിന്ന് പേരെടുക്കുക, അഡ്രസ് എടുക്കുക, കൃത്യമായി നോട്ട് ചെയ്യുക, വേറെ ഒന്നും സമയം കളയരുത്. മെയിൻ സ്ട്രക്ചർ പാർട്ടിൽ ഒരിക്കലും നിങ്ങൾ സമയം കളയാൻ പാടില്ല. ആലോചിക്കാൻ മാത്രമാണ് സമയം നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്ത് അത് കൃത്യമായി ചെയ്യേണ്ടത്. അല്ലാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്, we spend on most of the time, like I will give you the time management aspect as well in the next video. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യുക, റൈറ്റിംഗ് ടാസ്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. അപ്പോൾ തൽക്കാലം ഇതിലേക്ക് നിൽക്കാം, നമ്മുടെ ഈ ഫോർമുല പഠിക്കാം. ഓക്കെ, ആർ, then സെക്കൻഡ് ആർ, വെരി ഇമ്പോർട്ടൻറ്റ് ആർ. അടുത്തതാണ് റിക്വസ്റ്റ്.
റിക്വസ്റ്റ് ഇസ് അനദർ ഏരിയ ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ പർപ്പസും റിക്വസ്റ്റ് ആയിട്ട് കുറേ പ്രാവശ്യം കൺഫ്യൂഷൻ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് റിക്വസ്റ്റ്, എന്താണ് പർപ്പസ് എന്ന് മനസ്സിലാവാൻ പറ്റാത്ത കാരണം കൃത്യമായി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാറില്ല. അത് എടുത്ത് നമ്മൾ ചിലപ്പോൾ പർപ്പസിലിടും, അല്ലെങ്കിൽ പർപ്പസ് എടുത്ത് റിക്വസ്റ്റിലിടും, അങ്ങനെയൊക്കെ സംഭവിക്കും. യു ഫൈൻഡ് ദ റിക്വസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് കേസ് നോട്ട്. ഞാൻ പറഞ്ഞു പർപ്പസ് എന്താണ്, പർപ്പസ് എവിടെയാ? പർപ്പസ് യു ഫൈൻഡ് ഇൻ ദ റൈറ്റിംഗ് ടാസ്ക്, അവിടെ മാത്രമേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, വേറെ എവിടെയും നോക്കരുത്. Now, but there is second thing, second very important thing, second very important thing. റിക്വസ്റ്റ് എവിടെയാണ്? ഡിസ്ചാർജ് പ്ലാൻ എവിടെയാണ്? അവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് കിട്ടും. മനസ്സിലായിട്ടില്ല, ഞാൻ വ്യക്തമാക്കാം. ഓക്കെ, പർപ്പസ് പോലെ തന്നെയാണ് റിക്വസ്റ്റും. ബട്ട് മെയിൻ പർപ്പസ് ഒന്നും ഉണ്ടാവുള്ളൂ, റിക്വസ്റ്റ് പലതും ഉണ്ടാവും. മെയിൻ പർപ്പസ് ഒന്നേ ഉണ്ടാവുള്ളൂ, പർപ്പസ് പലതും ഉണ്ടാവും. മേ ബി 4 to 5 പർപ്പസ് നമുക്ക് റിക്വസ്റ്റ് ഉണ്ടാവാം, പർപ്പസ് ഒന്നേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് നോക്കാം. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, പർപ്പസ് എന്താണ്? ഹോം കെയർ ആണ്. മെയിൻ പർപ്പസ് ഹോം കെയർ. റിക്വസ്റ്റ് എന്താണ് ഇവിടെ? അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ, monitoring of the progress, arranging follow-up visits, contacting social worker, and encouraging the patient to quit smoking. നമ്മൾ നോക്കുക, ഇവിടെ പലതും സംഭവിച്ചു. എന്താണ്? പർപ്പസ് ഒന്നുണ്ടായുള്ളൂ, ബട്ട് there are surrounding boundaries. ഞാൻ പറയുന്നത് ഇത് ബൗണ്ടറി ആയിട്ടാണെന്ന് പറയാം. ബൗണ്ടറി എന്താ കാരണം? ഇതിന്റെ ഈ ഒരു ചുറ്റളവ്, ആ ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പാടില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. ഹോം കെയർ മെയിൻ ആണ്, പർപ്പസ് ആണ്, ദാറ്റ് ഇസ് എ മെയിൻ ബൗണ്ടറി. ഒരു ഗേറ്റ്, അതിന് കടക്കാൻ പാടില്ല. അടുത്ത ചുറ്റുവട്ടത്തിലെ ബൗണ്ടറി പാർട്ട് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. ഇത് കൃത്യമായി മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. ഓക്കെ, administration of medication, monitoring of the progress, diet monitoring, arranging follow-up visits, contacting social worker, encouraging the patient to quit smoking. അപ്പോൾ ഇവിടെ മെയിൻ പർപ്പസ് ഹോം കെയർ ആയിരുന്നു. ഇത് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കുറച്ച് നോട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. യു ഹാവ് ഓൺലി വൺ മെയിൻ പർപ്പസ് ആൻഡ് ഓൾ ദ റിക്വസ്റ്റ്. സോ പർപ്പസ് എവിടെ എഴുതാം? പർപ്പസ് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതും, റിക്വസ്റ്റ് എവിടെ എഴുതും? ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതും. ബട്ട് there is a but, however you will have to repeat the purpose in the last paragraph. പർപ്പസ് കൃത്യമായി ലാസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, but you will have to remember that request is written in the last paragraph. This is what you need to focus. ഇത് മനസ്സിലായാൽ നമുക്ക് കൃത്യമായി നമ്മുടെ ലെറ്റേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഈ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യാം. എന്തെങ്കിലും നല്ലത് അവർക്കും സംഭവിക്കട്ടെ, അവർക്കും കൂടി മനസ്സിലാവട്ടെ. ജസ്റ്റ് ഒരു ആ ലിങ്ക് ഷെയർ എടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ ഇൻഫർമേഷൻ. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇത് പറയണ മുന്നേ ഒരു കാര്യം, നിങ്ങൾ നിലവിൽ എവിടെയെങ്കിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാം. ഡോണ്ട് അവിടുത്തെ പഠിച്ച രീതിയും ഇവിടുത്തെ പഠിച്ച രീതിയും ക്ലാഷ് കൊണ്ടുവരാതെ നോക്കുക. ക്ലാഷ് കൊണ്ടുവരാത്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും ക്ലാഷ് വരുന്നുണ്ടെങ്കിൽ നാളെ അവിടെ നമ്മൾ തല്ലുണ്ടാക്കാൻ പോകരുത്. ബട്ട് ഫോക്കസ്. എന്താ കാരണം? ഇവിടെ പല കാര്യങ്ങളും പിന്നെയാണ് ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങൾക്ക് ആഡ് ഓൺസ് ആയിട്ടാണ് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിലും ഉണ്ടാവും, അപ്പോൾ അത് ശ്രദ്ധിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് is, suppose you are writing a letter to Mr. Pecker.
and transfer letter to of Mr. Becker to Dr. Becker. Okay, നല്ല പ്രാസം അല്ലെ, നല്ല രീതിയിൽ അത് ഒരു നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട്. പെക്കർ ആൻഡ് ബെക്കർ. ഓക്കെ, ഹിസ് GP. He underwent angioplasty 3 months ago. While he was under his treatment, he was transferred to your care for home care. എന്താ സംഭവിച്ചത്? ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഓക്കെ, ഒരു പ്രൊസീജിയർ നടന്നിട്ടുണ്ട് 3 months ago. ഓക്കെ, he was under his treatment and was transferred for home care. ഇത്ര മനസ്സിലായി. ഓക്കെ, now ഇവിടെ ശ്രദ്ധിക്കുക, was ഇവിടെ പേരൊന്നും തെറ്റിയിട്ടുണ്ട്. Will you tell Dr. Becker about the angioplasty when you transfer Mr. Becker to where Becker works? ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഡോക്ടർ തന്നെ വീണ്ടും 3 മാസം കഴിഞ്ഞിട്ട് ആളെ കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും പറയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ദ ആൻസർ ഇസ് നോ. എന്തുകൊണ്ട് പറയുന്നില്ല? ഓക്കെ, എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല എന്ന് പറയാം. ഫസ്റ്റ്, ഹി ഓൾറെഡി ദ പേഷ്യൻ്റ് ഇസ് നോൺ, അറിയുന്ന പേഷ്യൻ്റ് ആണ്. രണ്ടാമത്തത്, ബട്ട് യു ക്യാൻ ഇൻക്ലൂഡ്, ഓൾവേസ് ഇൻക്ലൂഡ്. ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കേസ് നോട്ട് ചെറുതാണ്, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ കേസ് നോട്ടിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം, കേസ് നോട്ട് നമുക്ക് ആ ഒരു വേർഡ് ലിമിറ്റ് എത്തിക്കാൻ പറ്റുന്നില്ല. സോ ആസ് എ റിമൈൻഡർ ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ് യു ക്യാൻ ഇൻക്ലൂഡ്. അല്ലാത്ത പക്ഷം ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഓൾറെഡി ബിക്കോസ് ഹി വാസ് അണ്ടർ ഹിസ് കെയർ, സോ ദെൻ വി നീഡ് നോട്ട് സ്പെസിഫൈ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്, next is the relevance factor. Do not, ഇതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എപ്പോഴും വിട്ടുപോകുന്നത്. റെലവൻസ് ആണ്. അത് ആൾക്ക് അനുയോജ്യമാണോ, ഈ ഒരു ഇൻഫർമേഷൻ ആൾക്ക് അനുയോജ്യമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഏതൊരു ഇൻഫർമേഷൻ വായിക്കുമ്പോഴും കൺഫ്യൂഷൻസ് കൊണ്ടുവരാതെ കൃത്യമായി വായിച്ചു നോക്കാം. ഇന്ന ഒരു കാര്യം കൃത്യമായി ഇന്ന ഒരാൾക്ക്, ഈ റെസിപ്പിയന്റിന് അത് അനുയോജ്യമാണോ? ഇസ് ഇറ്റ് റെലവെന്റ് ടു ദാറ്റ് റെസിപ്പിയന്റ്? മനസ്സിലാക്കാം. ഇസ് ഇറ്റ് റെലവെന്റ് ടു ദാറ്റ് റെസിപ്പിയന്റ്? ഓക്കെ, റെലവൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഡു നോട്ട് ടെൽ ദ റെസിപ്പിയന്റ് എനിത്തിങ് ഹി ഓൾറെഡി നോസ് അബൌട്ട് ദ പേഷ്യന്റ്. ഓൾറെഡി അറിയുന്ന ഒരു കാര്യം നിങ്ങൾ വീണ്ടും പറഞ്ഞിട്ട് നിങ്ങൾ സമയം കളയരുത്. അറിയുന്ന ഒരു കാര്യം, ലൈക്ക് ഫോർ ഡോക്ടർ ബെക്കർ ആയിരുന്നു പേഷ്യന്റ്. ഡോക്ടർ ബെക്കർ ആണ് ആൻജിയോപ്ലാസ്റ്റി നടത്തിയത്. 3 മാസം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കോംപ്ലിക്കേഷൻ കാരണം വീണ്ടും അവിടേക്ക് ഈ ബെക്കർ എന്ന് പറഞ്ഞ പേഷ്യന്റ് അവിടെ എത്തുന്നു. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അത് വ്യക്തമാക്കണോ? വേണ്ട. ഡു നോട്ട് ടെൽ, ഇത് ഫോക്കസ് ചെയ്യുക. ഡു നോട്ട് ടെൽ ദ റെസിപ്പിയന്റ് എനിത്തിങ് ഹി ഓൾറെഡി നോസ് അബൌട്ട് ദ പേഷ്യന്റ്. സെക്കൻഡ് ഫാക്ട്, do not tell the recipient anything about the patient that he can easily guess. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, so he has, like for example, you can take an example like he is obese. BMI കൂടുതലാണെന്ന് മനസ്സിലായി. ഓക്കെ, BMI കൂടുതലാണ്. സോ ഫോർ ദാറ്റ്, BMI കൂടുതലാണെന്ന് പറയുന്നു, പിന്നെ നമ്മൾ ഒബീസ് എഴുതുന്നതിന് അർത്ഥമില്ല. ഈസിലി ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഇസ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ്. അതാണ് ഇവിടെ വ്യക്തമാക്കുന്ന സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തത്, ഡു നോട്ട് ടെൽ ദ റെസിപ്പിയന്റ് എനിത്തിങ് അബൌട്ട് ദ പേഷ്യന്റ് ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ഹിം ഓർ ഹെർ. സേ ഫോർ എക്സാമ്പിൾ, കാലിലൊരു ബ്രൂസ് ആയിട്ട് ഒരാൾ വന്നു. ഓക്കെ, ആൻഡ് യു ടോക്ക് അബൌട്ട് to the doctor that he is a foodie, he eats fast food. The prime concern here is to get that bruise, get the required medication for the bruise. Adana focus. So anything that is not going to help the recipient is not relevant. appo moonu karyangalunde. Do not tell the recipient he already knows. അപ്പൊ ഏതൊരു ലെറ്റർ വായിച്ചാലും മനസ്സിലാക്കേണ്ടത് ഡു നോട്ട് ടെൽ ദ റെസിപ്പിയന്റ് എനിത്തിങ് ഹി ഓൾറെഡി നോസ്. ഫസ്റ്റ് തിങ്.
Second thing, do not tell the recipient anything about the patient who he can easily guess. Example which I പറഞ്ഞു. മൂന്നാമത്, do not tell the recipient anything about the patient that is not going to help him or her. അപ്പോൾ ഇത് വ്യക്തമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നോട്ട് ചെയ്ത് പോകണം. നെക്സ്റ്റ് ഇസ്, so what is relevance? Relevance is one of the hardest thing. അപ്പോൾ എന്താണ് relevance? Relevance is what to mention and what not to mention. മനസ്സിലാക്കേണ്ടത് എന്താണ് ആ ലെറ്ററിൽ നമുക്ക് വ്യക്തമായി എഴുതാൻ പറ്റുന്നത്, അത് മനസ്സിലാക്കുക. എഴുതാൻ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു കോണ്ടന്റ് ആണ്, അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശീലിക്കുക. ഫസ്റ്റ്, വെൻ യു ഗെറ്റ് എ കേസ് നോട്ട്, യെസ്, മാർക്ക് ഇറ്റ് relevant, put a R, underline ചെയ്യാൻ മുകളിൽ R എന്ന് എഴുതുക. ഓക്കെ, relevant. ഇനി relevant ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ് relevant, സെമി റെലവെന്റ് ആൻഡ് ഇർറെലവെന്റ്. 3 കാറ്റഗറിയിലാണ് റെലവൻസി എപ്പോഴും അളക്കുന്നത്. relevant means when there is a big case note and you have lot of things to write. When it is a small case note, റെലവെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, റെലവെന്റ് മാറ്റേഴ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറച്ച് സെമി റെലവെന്റ് കോണ്ടന്റ് എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റെലവൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. റെലവൻസ് ഇസ് സംതിങ് ദാറ്റ് യു നീഡ് ടു ഫോക്കസ്. റെലവൻസിലാണ് റെലവൻസ് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണമാണ് പലപ്പോഴും OET റൈറ്റിംഗിൽ മാർക്ക് പോകുന്നത്. ഓക്കെ, Next, A is admitting condition. Admitting condition നോക്കുക. The second paragraph, okay, or the body first paragraph. For body first paragraph എന്ന് വെച്ചാൽ confusion ആവണ്ട. Body first paragraph means something that is after the introductory paragraph. Okay, purpose paragraph കഴിഞ്ഞിട്ടുള്ള paragraph എന്നാണ് ഉദ്ദേശിക്കുന്നത്. Okay, Mr. Pecker was admitted on 2nd March 2023 with symptoms suggestive of MI. ഇവിടെ സജസ്റ്റീവ് എന്ന് പറഞ്ഞു. സജസ്റ്റീവ് എന്ന് പറയുന്നതിന് എന്താ കാരണം എന്ന് ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. ബട്ട് ഇവിടെ ആദ്യം ഇത് നോക്കാം. അഡ്മിറ്റിംഗ് കണ്ടീഷൻ ആണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. അഡ്മിറ്റിംഗ് കണ്ടീഷൻ is what? Admitting condition is suggestive of MI. Okay, that is the admitting condition. എപ്പോഴും ഓർക്കുക. സോ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ആദ്യം ഫസ്റ്റ് P, patient. സെക്കൻഡ് P, purpose. ഫസ്റ്റ് R എന്താണ്? കൺസിഡർ. ഫസ്റ്റ് R is recipient. Second R is request. Third R is relevance. Okay, relevance. And now we have come to A, the first A, that is admitting condition. Admitting സമയത്ത് എന്തായിരുന്നു കണ്ടീഷൻ? എപ്പോഴും ഞാനിത് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നമുക്കത് വ്യക്തമാവാൻ വേണ്ടിയാണ്. അപ്പൊ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, സോ അഡ്മിറ്റിംഗ് കണ്ടീഷൻ, what is the condition? Okay, ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി രണ്ടാമത്തത്, the following are some of the admitting conditions. അത് നോക്കാം. Okay, Mr. Pecker are some of the admitting condition, like Mr. Pecker was admitted following a fall. Mr. Pecker was admitted with signs of MI. ഇത് രണ്ട് സെന്റൻസ് ആണ്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, അത് രണ്ടാമത്തെ ബുള്ളറ്റ് ഇടാത്ത കാരണമാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. Mr. Pecker was admitted following a fall. First admitting condition. Second, Mr. Pecker was admitted with signs of MI. Mr. Shetton was admitted following the completion of post-operative care. നാലാമത്തത്, baby Chris was admitted after 3 days of extended vomiting and nausea. അപ്പോൾ these are the admitting condition of different patients in different scenarios. Different patients and different scenarios. വ്യക്തമായി ശ്രദ്ധിച്ച് നമ്മളത് മനസ്സിലാക്കുക. Okay, so we understand this. Okay, now there is another thing.
admitting and presenting condition. If you don't find an admitting condition, you can write a presenting condition. Both admitting കണ്ടീഷനും പ്രസൻറ്റിങ് കണ്ടീഷൻ പ്രസൻറ്റഡ് വിത്ത് എന്ന വാക്ക് നിങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. പ്രസൻറ്റിങ് കണ്ടീഷൻ എഴുതാം. സോ ഓക്കെ, ബോത്ത് അഡ്മിറ്റിംഗ് condition and presenting condition are somewhat the same. Remember, every patient presented is not admitted. Okay, emergency department like ഒരു patient വന്നു, maybe for a cut, മനസ്സിലാക്കുക, that is not admission. Every time, every presentation is not admission. Focus ചെയ്യേണ്ട ഒരു കാര്യമാണ്. This should be kept in your mind. You have to understand this, because ഇവിടെയാണ് അടുത്ത കൺഫ്യൂഷൻസ് വരുന്നത്. ഈ കൺഫ്യൂഷൻസ് വരുന്ന കാരണമാണ് പലപ്പോഴും കേസ് നോട്ട് എടുത്തു വെച്ചിട്ട് യു ലാക്ക് ടൈം ആൻഡ് മൂന്നാമത്തെ പാരഗ്രാഫ് എഴുതാൻ നമുക്ക് സമയം കിട്ടാറില്ല. ആൻഡ് വി ആർ ഇൻ എ ഹേസ്റ്റ്. സോ admitting condition and presenting condition. So every patient presented is not admitted. എല്ലാ പേഷ്യൻറ്റും അഡ്മിറ്റ് ചെയ്ത് എല്ലാ പേഷ്യൻറ്റും അല്ല, പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്ത എല്ലാ പേഷ്യൻറ്റും അഡ്മിറ്റഡ് അല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തത് നോക്കാം. മിസ്റ്റർ പെക്കർ കംസ് ടു എ ക്ലിനിക് ഡസ് നോട്ട് മീൻ ഹി ഈസ് അഡ്മിറ്റഡ്. എക്സാമ്പിൾ ആണ്. കംസ് ടു എ ക്ലിനിക് മീൻസ് നോട്ട് അഡ്മിറ്റഡ്. മിസ്റ്റർ പെക്കർ കംസ് ടു എ ഹോസ്പിറ്റൽ does not mean he is admitted. He need not be admitted. എല്ലാ പ്രസന്റേഷനും അഡ്മിഷൻ അല്ല. ഇത് രണ്ട് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തു. ഒരു ക്ലിനിക്കില് അഡ്മിറ്റ് വന്നതിന്റെ അർത്ഥം അഡ്മിഷൻ അല്ല. ഹോസ്പിറ്റലിൽ വന്നു, കുറച്ചുകൂടി വലിയ സൗകര്യങ്ങളാണ്. ഓക്കെ, എല്ലാ എന്താ പറയാ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസ് നമ്മൾ അഡ്മിറ്റ് ചെയ്യോ? ഇല്ല, നിർബന്ധമില്ല. ഡിപ്പെൻസ് ഓൺ ദ കേസ് ആൻഡ് ദ സിനാരിയോ. അപ്പോ അത് ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുക. നമ്മൾ എപ്പോഴും നമ്മളത് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇസ് ദിസ് ലോജിക്കലി കറക്റ്റ്. അപ്പൊ ലോജിക്കലി കറക്റ്റ് അല്ലെങ്കിൽ അത് ചെയ്യരുത്, അത് നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്, ശ്രദ്ധിക്കണം. ഓക്കെ, സോ മിസ്റ്റർ പെക്കർ കംസ് ടു എ ക്ലിനിക് ഡസ് നോട്ട് മീൻ ഹി ഈസ് അഡ്മിറ്റഡ്. മിസ്റ്റർ പെക്കർ കംസ് ടു എ ഹോസ്പിറ്റൽ ഡസ് നോട്ട് മീൻ ഹി ഈസ് അഡ്മിറ്റഡ്. ഓക്കെ, സോ ഇൻ ബോത്ത് കേസ് ഇഫ് ഇറ്റ് ഇസ് സ്പെസിഫൈഡ്, only then you will include that in your letter or case note. വ്യക്തമായി തോന്നുന്നു. Okay. Okay. Now next is admitting date and time. Admitting date and time is another important piece of information. പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളത് കുറച്ച് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു കാര്യം കൂടിയാണ്, നമുക്ക് മനസ്സിലാക്കാം. To begin the paragraph, second paragraph, Mr. Pecker was admitted on 2nd March 2023 with symptoms suggestive of MI. അപ്പൊ ഇവിടെ എന്താ കണ്ടത്? ഡേറ്റ് ആദ്യമാണ് സ്പെസിഫൈ ചെയ്തത്. അത് ആദ്യത്തെ നമ്മൾ 2 യൂസേജസ്, 2 യൂസേജിൽ നമ്മൾ ആദ്യത്തെ യൂസേജിൽ നമ്മൾ കാണുന്നത്, ടു ബിഗിൻ ദ സെക്കൻഡ് പാരഗ്രാഫ് വി സേ മിസ്റ്റർ പെക്കർ was admitted on 2nd March 2023 with symptoms suggestive of MI. Okay, now there is second usage. Okay, let us analyze this scenario. ഇവിടെ നിങ്ങൾക്കുള്ളൊരു ചോദ്യമുണ്ട്. ഇത് let us find the discharge date. In rare cases, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി OET തീരുമാനിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഈ സിനാരിയോ മനസ്സിലാക്കാം. മിസ്റ്റർ പാർക്കർ വാസ് അഡ്മിറ്റഡ് ഓൺ 1st May. ഡയഗ്നോസിസ് വാസ് ഡൺ ഓൺ 2nd May. നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇതിന് ആൻസർ എഴുതണം കേട്ടോ. ഓക്കെ, സർജറി വാസ് ഓൺ 3rd May. അപ്പോൾ എന്താണ്? മിസ്റ്റർ പാർക്കർ വാസ് അഡ്മിറ്റഡ് ഓൺ 1st May, ഡയഗ്നോസിസ് ഓൺ 2nd May, സർജറി ഓൺ 3rd May. നിങ്ങളോടുള്ള ചോദ്യം, if you discharge him on the 3rd post-operative day, what is the date of discharge? വീണ്ടും എടുക്കാം. മിസ്റ്റർ പാർക്കർ was admitted on 1st May, diagnosis 2nd May, surgery on 3rd May. If he is discharged on the 3rd post-operative day, what is the date of discharge? Comment box on the area. I'll wait.
കമൻറ്റ് ബോക്സിലൊന്നും വന്നില്ല. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ ഓക്കെ. സോ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആൻസർ പറയാം. സർപ്രൈസ് ആയിട്ട് കിടക്കട്ടെ. ഓക്കെ, നൗ നെക്സ്റ്റ്. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഡീലിംഗ് വിത്ത് ടുഡേ. ഓക്കെ, ഇതിൽ ഇനി ത്രീ ഡീസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഡബ്ല്യു ഉണ്ട്, കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് റിവൈസ് ചെയ്താലോ? നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പേഷ്യൻ്റ് പഠിച്ചു, രണ്ടാമത്തത് പർപ്പസ് മനസ്സിലാക്കി, മൂന്നാമത്തത് റെസിപ്പിയൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി, റിക്വസ്റ്റ് എന്താണ് വ്യത്യാസം, ഓക്കെ, റിക്വസ്റ്റ് എന്താണെന്ന് മനസ്സിലായി, റെലവൻസ് എന്താണെന്ന് മനസ്സിലായി, ഓക്കെ, പിന്നെ അഡ്മിറ്റിംഗ് കണ്ടീഷൻ മനസ്സിലായി, ഓക്കെ, അഡ്മിറ്റിംഗ് ഡേറ്റ് ആൻഡ് ടൈം മനസ്സിലായി, ഡിസ്ചാർജ് കണ്ടീഷൻ മനസ്സിലായി, ഡിസ്ചാർജ് ഡേറ്റ് മനസ്സിലായി, ഡിസ്ചാർജ് കണ്ടീഷൻ ആൻഡ് ഡിസ്ചാർജ് ഡേറ്റ്, ഡയഗ്നോസ്ഡ്, നോട്ട് ഡയഗ്നോസ്ഡ്, റൈറ്റർ, നോൺ ഓർ നോട്ട് നോൺ. ഇത് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി 6 മണിക്ക്, നാളെ നമ്മൾ ലൈവ് പോകാൻ പോകുന്നത് 8 മണിക്കാണ്. ഓക്കെ, അപ്പോൾ ലൈവിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബെസ്റ്റ് വിഷസ്. പ്രിപ്പയർ ചെയ്യുന്ന ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു. താങ്ക് യു.